ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. നമുക്ക് ജീവൻ നൽകുന്ന സ്നേഹഭോജ്യമാണ് വിശുദ്ധ കുർബാന. തന്നോട് ചേർന്നു നിൽക്കുന്ന ഓരോ ആത്മാക്കളും തന്നിൽ ജീവൻ കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ച ദൈവം ആ വലിയ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണമായി നമുക്ക് വേണ്ടി സ്ഥാപിച്ച മഹത്തായ രഹസ്യമാണ് അത്. പിതാവിൽ നിന്നും പുത്രനായ ദൈവം പൂർണ്ണത നേടുന്നത് പോലെ ദിവ്യകാരുണ്യത്തിലൂടെ ഓരോ ആത്മാക്കളും പൂർണ്ണരായി മാറുന്നു. വാഴ്ത്തപ്പെട്ട മദർ തെരേസ പറയുന്നു, എന്തെങ്കിലും ഒരു ഉപദേശം എനിക്ക് നിങ്ങൾക്കായി നൽകാൻ കഴിഞ്ഞാൽ ക്രിസ്തുവിനോടും ദിവ്യകാരുണ്യത്തോടും കൂടുതൽ അടുക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ ലാളിത്യം സ്വന്തമാക്കുവാനായി നാം അവിടുത്തോട് തീർച്ചയായും പ്രാർത്ഥിക്കണം. നമ്മെ മിശിഹായുടെ ശരീരമായി രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹരഹസ്യമാണ് വിശുദ്ധ കുർബാന. വചനം പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ഒരുപക്ഷെ നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ദൈവിക സ്നേഹപൂർണതയാണ് ദിവ്യകാരുണ്യത്തിൻ്റെ രൂപത്തിൽ നമ്മെ കാത്തിരിക്കുന്നത്. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം മെനഞ്ഞെടുത്ത ഓരോ ആത്മാക്കളെയും തന്നിലേക്ക് ചേർക്കുവാനായി അവരെക്കാൾ ചെറുതാകുവാൻ തിരുമനസ്സായ ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹപാരമ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരുവനും ആ സ്നേഹത്തിൽ നിന്ന് അകലുക സാധ്യമല്ല. കലർപ്പില്ലാത്ത ആ സ്നേഹത്തിൻ്റെ ഭാഗമായി തീർന്ന് നിസ്വാർത്ഥ സ്നേഹത്തിലൂടെ ഈ ലോകത്തെ കീഴടക്കുവാനാണ് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത്. സർക്കാരിൽ സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ജീവിതമാണ് അന്നൊക്കെ നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ ഇങ്ങ് പോന്നപ്പോഴാണ് ഒരു നവീകരണ ധ്യാനത്തിലേക്കൊക്കെ കടന്നു വരാൻ കഴിഞ്ഞ 25 വർഷം മുമ്പ്. ആ നവീകരണ ധ്യാനത്തിലൂടെ ആണ് വലിയൊരു ദൈവാനുഭവം ലഭിക്കുകയും വിശുദ്ധ കുർബാനയോടും അതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തോടൊക്കെ വലിയൊരു സ്നേഹാനുഭവം ഉണ്ടാകുകയും ചെയ്തു. പിന്നീട് നിരന്തരമായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് ഒരു പതിവായി തീർന്നു. എപ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താലേ എനിക്ക് ഒരു സന്തോഷമുള്ളൂ. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും വലിയൊരു ദൈവാനുഭവമുള്ളൊരു കാര്യമായിട്ട് തോന്നാൻ തുടങ്ങി. അന്നു മുതൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും എല്ലാ കാര്യങ്ങൾക്കും വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ അത് വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമായി തീർന്നു. അത് ജീവിത പങ്കാളിയോടും ചേർന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ കുർബാനയ്ക്ക് പോക്ക് പതിവായി. അതൊരു സന്തോഷത്തിൻ്റെ അനുഭവമായി. മാത്രമല്ല, പിന്നെ ജീവിതത്തിൽ ഓരോ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴൊക്കെ ഈ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ പോയിരുന്ന് ഇത് ചുമ്മാ അവിടെ പോയിരുന്നാൽ തന്നെ എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ അത് പരിഹാരമായി മാറുകയാണ്. അത് വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമായി മാറി. പിന്നീടുള്ള എല്ലാ ജീവിത പ്രശ്നങ്ങൾ വരുമ്പോഴും ഇങ്ങനെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അത് കെട്ടുകൾ അഴിഞ്ഞ് വരുന്നതായിട്ട് ഇങ്ങനെ കാണുകയാണ്. അത് വലിയൊരു അനുഭവമായി തീർന്നതോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇങ്ങനെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരിക്കും. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ശുശ്രൂഷകൾക്കായിട്ട് തമ്പുരാൻ ഇങ്ങനെ പ്രത്യേകമായിട്ട് വിളിക്കുക. അങ്ങനെ ഓരോ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോഴും ദൈവത്തിന് പോയി കുറച്ച് നേരം നന്ദി പറയും, പിന്നെ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് വിളിച്ച് നിയോഗിച്ചു. അപ്പോഴൊക്കെ ഓരോ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോഴും ഈശോയുടെ മുമ്പിൽ പോയിരുന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായിട്ട് സന്തോഷപ്രദമായിട്ട് ഒരു പ്രയാസമില്ലാതെ ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് കർത്താവ് കൃപ നൽകി. ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത്, ചിലൊരു വ്യക്തി പല പ്രശ്നങ്ങളായിട്ട് മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ ഒന്നും ഒരു മെസ്സേജുകളൊന്നും കൊടുക്കാൻ കിട്ടില്ല. അവസാനം ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നിക്കും ഈ വ്യക്തിയെയും ദിവ്യകാരുണ്യവും കാണിച്ചു തരും. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഇപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾ പോയി ഈശോയുടെ മുമ്പിൽ അവിടെ പോയിരിക്കുക. അങ്ങനെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ചാപ്പലുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. അങ്ങനെ ആ ചാപ്പലിലേക്ക് പറഞ്ഞു വിടും.
ഒരിക്കലൊരു ഒരു മനുഷ്യൻ വന്നത് ഒത്തിരി സാമ്പത്തിക ബാധ്യത കടബാധ്യതയുമായിട്ടാണ്. മരണമല്ലാതെ മുന്നിൽ യാതൊരു വഴിയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ ഈ വിശ്വകുർബാനയുടെ ആ ഒരു ദർശനം കിട്ടിയപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുക, തമ്പുരാൻ ചേട്ടൻ്റെ കാര്യത്തിൽ ഇടപെടും എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ ഒരു പ്രശ്നത്തിന് പരിഹാരമില്ല, കാരണം സാമ്പത്തികമായിട്ട് അത്ര വലിയ കടബാധ്യതയില്ല, ജയിലിലേക്ക് വരെ പോകാനുള്ളൊരു സാധ്യതയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ആ മനുഷ്യനെ അങ്ങനെ വിശ്വകുർബാനയുടെ മുമ്പിൽ ദിവ്യകാരുണ്യ ആരാധന എഴുന്നള്ളിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ചാപ്പലിൽ പറഞ്ഞു വിടുകയും ആ മനുഷ്യനെ അതനുസരിച്ച് നേരെ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു, കടബാധ്യതയിൽ നിന്നും മോചനം പ്രാപിച്ചു. അതുപോലെ തന്നെ അവർക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങിയതാണ്, പക്ഷേ ജീവിത പങ്കാളി സമ്മതിക്കാത്തതുകൊണ്ട് ഒന്നും ചെയ്യാതിരുന്നു. അപ്പോൾ ഒരു ആത്മഹത്യക്ക് ഒരുങ്ങി ഇരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതിൽ നിന്ന് പോലും രക്ഷ പ്രാപിച്ച് ഇന്ന് അദ്ദേഹം വലിയൊരു ആത്മീയ ശുശ്രൂഷകനായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷം എല്ലാ കാര്യങ്ങൾക്കും എന്തിനും ഏതിനും വിശ്വകുർബാനയിൽ ആശ്രയിക്കുന്ന ഒരു രീതി വന്നു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറയുന്നു, ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ ആത്മാക്കളെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതും ദൗർബല്യം കൊണ്ടുള്ള വീഴ്ചയിൽ നിന്നും അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുക എന്നതുമാണ്. ഏറ്റവും സ്നേഹത്തോടെയും ആരാധനയോടെയും ആത്മവിശ്വാസത്തോടെയും ദിവ്യരഹസ്യങ്ങളെ സമീപിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ അച്ചാരമാണ് വിശുദ്ധ കുർബാന. വചനം പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയിർപ്പിക്കും. അനുദിന ജീവിതത്തിൻ്റെ ഭൗതിക വ്യഗ്രതകളിൽ അകപ്പെട്ട് ഏറെ പാപസാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് ദിവ്യകാരുണ്യം നൽകുന്ന ഉറപ്പ് വളരെ വലുതാണ്. ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണതയിൽ ഓരോ ദിവസവും ജീവിക്കുന്നതിന് ദിവ്യകാരുണ്യ ഈശോ നമ്മെ സഹായിക്കുന്നു. അനുദിന ദിവ്യകാരുണ്യ സ്വീകരണം നമുക്ക് നൽകുന്ന അനുഗ്രഹം അളവില്ലാത്തതാണ്. പാപത്തിൻ്റെ കറകളും ഭാരങ്ങളുമില്ലാതെ ഓരോ നിമിഷവും ദൈവത്തോട് ചേർന്ന് ആയിരിക്കുവാൻ അവിടുത്തെ അനന്ത കാരുണ്യം നമ്മെ അനുവദിക്കുന്നു. എനിക്ക് ഭാര്യയും 4 മക്കളുമാണ് ഉള്ളത്. അങ്ങനെ ഒരടങ്ങുന്ന ഒരു കുടുംബത്തിൽ അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ നവീകരണം 2 മക്കളുള്ളപ്പോഴാണ് ഞാൻ നവീകരണ ധ്യാനം കൂടുന്നത്. അതിനുശേഷം കർത്താവ് ഒരു ബോധ്യം തന്നതനുസരിച്ച് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 മക്കളെ കൂടി കർത്താവ് തന്നു. അങ്ങനെ 4 പിള്ളേരായി. അപ്പോൾ ഒത്തിരി സന്തോഷമാണ് കുടുംബത്തിലുണ്ടായത്. അപ്പോൾ അതിനുശേഷം പിന്നൊരു ബോധ്യം കിട്ടി, ഇത് മാതാപിതാക്കളുമായിട്ട് ബന്ധമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു അവസ്ഥ എന്ന് മനസ്സിലാക്കിയതനുസരിച്ച് പിന്നെ മാതാപിതാക്കളെ സ്വീകരിക്കാനും അവരുമായിട്ട് ആദ്യമൊന്നും അത്രയൊരു അടുപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അവരും കുടുംബത്തിലേക്ക് അങ്ങനെ കൂട്ടുകുടുംബമായിട്ട് മാറി. അത് വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമായിട്ട് മാറുകയും അങ്ങനെ കുടുംബത്തിലെല്ലാവർക്കും അതൊരു സന്തോഷമായിട്ട് മാറി. അതിനുശേഷം ഈ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും സഹോദരിമാരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ആ കാര്യങ്ങളൊക്കെ ഇതുപോലെ വിശ്വകുർബാനയുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്നു. ഒരു സഹോദരിയുടെ വിവാഹം നടക്കാതെ ഒത്തിരി തടസ്സപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഒരു ദിവസം വിശ്വകുർബാനയുടെ മുമ്പിൽ പോയിരുന്നു. ഈ സഹോദരിയുടെ വിവാഹം കർത്താവേ നീ അത് പരിഹരിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു സന്ദേശം തന്നു, നീ കുടുംബാംഗങ്ങളുമായിട്ട് ഐക്യപ്പെടുക, അതായത് അവരുമായിട്ടുള്ള ആ ഒരു ബന്ധങ്ങൾ നേരെയാവുക. അപ്പോൾ അതൊന്നും അത്ര ശ്രദ്ധ ചെലുത്തിയിരുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ കുടുംബാംഗങ്ങളുമായിട്ട് ക്ഷമിച്ച് സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എൻ്റെ സഹോദരിയുടെ വിവാഹം വളരെ പെട്ടെന്ന് ക്രമീകരിച്ചു. ഒത്തിരി നാൾ പരിശ്രമിച്ച് നടക്കാതിരുന്ന ആ വിവാഹമൊക്കെ നടന്നു. അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോയിരുന്ന് ദിവ്യകാരുണ്യ ചാപ്പിൽ പോയിരുന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനത്തെ ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുടുംബങ്ങളിലുള്ളവർക്കും വിശ്വകുർബാനയോടും ദിവ്യകാരുണ്യ അനുഭവത്തിലും വളരാനും ആ ഒരു കാര്യത്തിൽ കുടുംബത്തിലും വലിയൊരു മാറ്റങ്ങൾ സംഭവിച്ചു. അങ്ങനെ വീട്ടിലും എല്ലാവരും കുർബാനയ്ക്ക് പോകുന്ന രീതിയിലേക്ക് കഴിയുന്നിടത്തോളം മക്കളും ഞങ്ങളടങ്ങുന്ന എല്ലാവരും വിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് ഇടയാക്കി. മിലാനിലെ വിശുദ്ധ അംബ്രോസ് പറയുന്നു, ഇത് ഒരു അനുദിന ഭോജ്യമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് വല്ലപ്പോഴും മാത്രം സ്വീകരിക്കുന്നു? ദിനവും നിങ്ങൾക്ക് അനുഗ്രഹം നൽകുവാൻ കഴിവുള്ളവനെ ദിവസവും സ്വീകരിക്കുക. എന്നും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പര്യാപ്തമാകുന്ന രീതിയിലാകട്ടെ നിങ്ങളുടെ ജീവിതം.
ഒരുവന് അനുദിന ദിവ്യകാരുണ്യ സ്വീകരണത്തിന് അർഹതയില്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ സ്വീകരിക്കുവാനും അവൻ അർഹനല്ല. മിശിഹായുടെ ശരീരമാക്കി തീർത്ത് എന്നെ നിത്യജീവനിലേക്കുയർത്തുന്ന ദിവ്യകാരുണ്യം, അനുദിന ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിൽ പ്രത്യാശ നൽകി എന്നെ പരിപാലിക്കുന്ന ദിവ്യകാരുണ്യം, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് നിത്യജീവൻ നൽകുന്ന ജീവൻ്റെ അപ്പം. ഈ വലിയ ദൈവിക രഹസ്യം എനിക്ക് ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യവും കാരുണ്യവും ആശ്വാസവും പകർന്നു നൽകുന്നുണ്ടോ? നമുക്ക് മുൻപേ നടന്ന വിശുദ്ധാത്മാക്കളുടെ മാതൃക പോലെ ദിവ്യകാരുണ്യ ഈശോയോട് ചേർന്ന് ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ദ്യോവിൻ്റെ വാതിൽ തുറന്നു തൻ്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ദ്യോവിൻ്റെ വാതിൽ തുറന്നു തൻ്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ദാഹത്താൽ കേഴുമ്പോൾ നാഥൻ എൻ്റെ ദാഹം ശമിപ്പിച്ചു തന്നു. ക്ലേശത്താൽ നീറുമ്പോഴെല്ലാം എൻ്റെ ക്ലേശങ്ങളേൽക്കാനണഞ്ഞു. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ഏകി. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ഏകി. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ദ്യോവിൻ്റെ വാതിൽ തുറന്നു തൻ്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. രോഗത്തിൻ നേരത്ത് നാഥൻ എൻ്റെ ഗേഹത്തിൻ പങ്കാളിയായി. ചാരത്ത് വന്നെത്തി വേഗം ദിവ്യ സൗഖ്യത്തിനാനന്ദമേകി. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ഏകി. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ഏകി. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ദ്യോവിൻ
തൻ്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ദ്യോവിൻ്റെ വാതിൽ തുറന്നു തൻ്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ഓർക്കുക, എൻ്റെ ഇടവക പള്ളിയിൽ വികാരിയച്ഛൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും അവിടെ നിശ്ചയമായും ഈശോയായി രൂപാന്തരപ്പെടുന്ന അപ്പവും വീഞ്ഞും നൂറ്റാണ്ടുകളായി സഭയിൽ ദൈവം പ്രവർത്തിക്കുന്ന വലിയ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ തുടർച്ചയാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ കേന്ദ്രവും ജീവൻ്റെ ഉറവിടവും അതുതന്നെയാണ്. ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു വൈദികൻ തൻ്റെ വിശ്വാസത്തിൻ്റെ മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായും സന്നിഹിതനായിരുന്നോ എന്നുള്ളതിലായിരുന്നില്ല സംശയമുണ്ടായിരുന്നത്. മറിച്ച് കാലങ്ങളായി സഭാ പഠനങ്ങൾക്കെതിരെ നിലവിലിരുന്ന ഒരു പാഷണ്ഡതയെക്കുറിച്ചായിരുന്നു. തിരുവോസ്തിയുടെ ഓരോ അംശത്തിലും ഈശോ പൂർണ്ണനായും സജീവനായും സന്നിഹിതനാണ് എന്നത് വിശ്വസിക്കാനായിരുന്നു അദ്ദേഹത്തിന് പ്രയാസം. ഈ തെറ്റായ ചിന്താഗതി ഇപ്രകാരമായിരുന്നു: എത്രമാത്രം തിരുവോസ്തി ഒരു വ്യക്തി സ്വീകരിക്കണം ഈശോയെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ എന്ന സംശയമായിരുന്നു ഈ പഠനത്തിനു പിന്നിൽ. വാഴ്ത്തിയ തിരുവോസ്തിയുടെ എത്ര ചെറിയ ഭാഗമായാലും അതിൽ ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ സാന്നിധ്യമുണ്ട് എന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ചായിരുന്നു നാം ഇപ്പോൾ പ്രതിപാദിക്കുന്ന വൈദികന് സംശയമുണ്ടായിരുന്നത്. ഒരു ദിവസം മസറാത്തയിലെ ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ അദ്ദേഹം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം തിരുവോസ്തി വിഭജിച്ചപ്പോൾ അതിൽ നിന്നും രക്തം ഇറ്റുവീഴുവാൻ തുടങ്ങി. അത് ഈ അൾത്താരവിരിയിലൂടെ ഒഴുകി. അദ്ദേഹത്തിൻ്റെ കരങ്ങളിലെ തിരുവോസ്തിയിൽ നിന്ന് കാസയിലേക്ക് തിരുരക്തം വീണു തുടങ്ങി. കാസ നിറഞ്ഞ് അൾത്താരയിൽ വിരിച്ചിരുന്ന തിരുവസ്ത്രത്തിലേക്കും പിന്നീട് അൾത്താരവിരിയിലേക്കും. ആ തിരുവസ്ത്രങ്ങളാണ് ഇന്നും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈശോ പൂർണ്ണനായി തിരുവോസ്തിയിലെ ഓരോ അംശത്തിലും സന്നിഹിതനാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാൽ വളരെ സൂക്ഷ്മതയോടെ വേണം നാം തിരുവോസ്തിയെ സമീപിക്കാൻ. അവിടുത്തെ ശരീരം അല്പം പോലും അവഗണിക്കപ്പെടാൻ ഇടയാകരുത്. വൈദികർ കുർബാനയുടെ സമയത്ത് തിരുവോസ്തിയുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ പോലും സൂക്ഷ്മമായി എടുത്തു ഭക്ഷിക്കുന്നത് നാം കാണാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് തിരുവോസ്തിയുടെ ഓരോ പൊടിയിലും ഈശോ സജീവനായി സന്നിഹിതനാണ് എന്ന ഉറച്ച ബോധ്യമുള്ളതിനാലാണ്. ഈ വലിയ സത്യമാണ് മസറാത്തയിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ ഈശോയ്ക്ക് നമ്മോട് പറയുവാനുള്ളത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം. ഏതൊരു കത്തോലിക്ക പുരോഹിതനും ഓസ്തിയുടെയും വീഞ്ഞിൻ്റെയും മുകളിൽ കൈകൾ വിരിച്ചു പിടിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. മാലാഖമാർക്ക് പോലും സാധിക്കാത്ത ആനുകൂല്യമാണ് മനുഷ്യർക്ക് ദൈവം നൽകിയിരിക്കുന്നത്. പൗരോഹിത്യത്തിന്റെ മുദ്ര സ്വീകരിച്ച വാഴ്ത്തപ്പെട്ട കരങ്ങൾക്ക് പരിശുദ്ധാത്മാവായ ദൈവത്തെ തന്നെ വിളിച്ചു വരുത്തുവാനുള്ള ശക്തി ദൈവം നൽകിയിരുന്നു. ദൈവം അൾത്താരയിൽ സന്നിഹിതനാവുന്നത് നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാനാവാത്ത അസംഖ്യം മാലാഖമാരുടെയും ദേവദൂതന്മാരുടെയും അകമ്പടിയോടുകൂടിയാണ്. ദൈവം സന്നിഹിതനാവുമ്പോൾ അവിടുത്തെ അനുഗമിക്കുന്ന അസംഖ്യം മാലാഖമാർക്കു കൂടി നാം അൾത്താരയ്ക്ക് ചുറ്റും സ്ഥലമൊരുക്കണം. തിരുവോസ്തി മുറിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും ഭാഗം അവഗണിക്കപ്പെടുന്നുവെങ്കിൽ അതിനും മാലാഖമാർ ആദരവും വണക്കവും നൽകും. കാരണം അവരുടെയും നമ്മുടെയും ദൈവമാണ് അവിടുന്ന്.
മാലാഖമാരേക്കാൾ അല്പം താഴ്ന്നവരായി സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനുള്ള കൃപ അവിടുന്ന് നൽകി. മാലാഖമാർ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നില്ലെങ്കിലും അവർ അവിടുത്തെ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുന്നുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വിലയേറിയ ദാനങ്ങളെക്കുറിച്ച് നാം നന്ദിയുള്ളവരായിരിക്കണം. ചരിത്രത്തിൽ നാം കാണുന്ന ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും അവിടുന്ന് മനുഷ്യകുലത്തിന് നൽകിയിരിക്കുന്ന ഈ മഹനീയ ദാനത്തെയോർത്ത് നന്ദി പറയുന്നതിനു വേണ്ടിയാണ് സംഭവിച്ചിരിക്കുന്നത്. പലപ്പോഴും അവിടുന്ന് നമ്മോട് സംസാരിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്. അവിടുന്ന് ദിവ്യകാരുണ്യമായി ഇവിടെ സന്നിഹിതനാണെങ്കിലും പലരും ഇതറിയുന്നില്ല. അവിടുത്തെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് പലരും. നമ്മുടെ ദേവാലയങ്ങളിലും ഇതുതന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നാം യഥാർത്ഥത്തിൽ അവിടുത്തെ സജീവ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവിടുന്ന് ഒറ്റയ്ക്കായിരിക്കുന്നതിൽ ദുഃഖിക്കുകയും അവിടുത്തോട് സ്നേഹസംഭാഷണം നടത്തുവാൻ ദിവസവും തയ്യാറാവുകയും ചെയ്യും. നാം വിശ്വസിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെയും യേശുവിൻ്റെ അടുത്തേക്ക് നയിക്കുവാൻ നാം തയ്യാറാകും. നാം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ പോരുവാനും യേശുവിനെ സന്ദർശിക്കുവാനും ആരെയെങ്കിലും നാം ക്ഷണിക്കാറുണ്ടോ? ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി എത്ര വലുതാണ്! അത് നമ്മുടെ തലച്ചോറുകൊണ്ട് തിരിച്ചറിയുന്നതുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ ഹൃദയത്തിലേക്ക് ആ സ്നേഹത്തെ വഹിക്കുവാൻ നമുക്കാവണം. യഹൂദർ ദൈവവചനം എഴുതി തങ്ങളുടെ നെറ്റിത്തടത്തിലും കൈത്തണ്ടയിലും അണിഞ്ഞിരുന്നു. തങ്ങൾക്കറിയാവുന്ന വചനങ്ങൾ ഹൃദയത്തിലും കടന്നെങ്കിൽ മാത്രമേ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാനാവൂ എന്നവർ വിശ്വസിച്ചിരുന്നു. ഈശോയെ സ്വീകരിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തിലൂടെ ഈശോയെയാണ് തങ്ങൾ സ്വീകരിച്ചതെന്ന് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി തീരുന്നത്. ഈശോയുടെ ജീവനുള്ള ശരീരം ദിവ്യകാരുണ്യമായി നാം സ്വീകരിക്കുമ്പോൾ നമ്മെ തന്നെ അവിടത്തേക്ക് സമർപ്പിക്കുവാൻ നമുക്കാവണം. ഉദാഹരണത്തിന്, നമ്മുടെ അടുത്തേക്ക് പരിശുദ്ധ പിതാവ് കടന്നു വരികയാണെങ്കിൽ നാം മറ്റെല്ലാം വിസ്മരിച്ച് അദ്ദേഹത്തെ തന്നെ സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കും. ഈശോ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നാം എപ്രകാരമാണ് അവിടുത്തെ സ്വീകരിക്കുക? ഈശോയുടെ സാന്നിധ്യം നമ്മോടൊപ്പം എപ്പോഴുമുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ചു ചേർന്നാൽ അവരുടെ മധ്യേ ഞാനുണ്ടാവുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ദിവ്യബലിയിൽ വായിക്കപ്പെടുന്ന വചനത്തിലും ഈശോ സന്നിഹിതനാണ്. ഈശോയുടെ പ്രതിപുരുഷനായ വൈദികനിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. ദിവ്യകാരുണ്യത്തിലും അവിടുത്തെ സജീവ സാന്നിധ്യം നിലനിൽക്കുന്നു. എന്നാൽ പലപ്പോഴും നാം ഈശോയുടെ ഈ സാന്നിധ്യങ്ങളെ മുഴുവൻ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് കാണുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഈശോ എല്ലായിടത്തും സന്നിഹിതനാണ് എന്നത് സത്യമാണ് എങ്കിലും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നതുപോലെ പരിശുദ്ധ കുർബാനയിൽ അവിടുന്ന് പ്രത്യേകമായ വിധത്തിലാണ് സന്നിഹിതനായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കത്തോലിക്ക സഭയുടെ മത പഠനഗ്രന്ഥവും ഈ സാന്നിധ്യത്തെ വ്യാഖ്യാനിക്കുന്നത്. അവിടുത്തെ ദിവ്യകാരുണ്യത്തിലുള്ള സാന്നിധ്യം മറ്റെല്ലാ സാന്നിധ്യങ്ങൾക്കും അതീതമാണ്, ഉയരത്തിലാണ്. മറ്റുള്ളവരിലുള്ള ദൈവിക സാന്നിധ്യത്തെ നാം തിരിച്ചറിയുക തന്നെ ചെയ്യണം. എന്നാൽ നമ്മുടെ ഉള്ളിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ അലിഞ്ഞില്ലാതാകുന്ന നമ്മുടെ കണ്ണുകൾക്ക് കാണുവാനും കരങ്ങൾക്ക് സ്പർശിക്കുവാനും സാധിക്കുന്ന അവിടുത്തെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ നാം കൂടുതൽ വലിയ ദാനമായി സ്വീകരിക്കുകയും അവിടുത്തേക്ക് ആരാധന അർപ്പിക്കുകയും വേണം. അതുപോലെ തന്നെ കത്തോലിക്ക മതബോധനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത ഇതാണ്. പരിശുദ്ധ കുർബാന എന്ന കൂദാശ മറ്റു കൂദാശകളുടെ എല്ലാം കേന്ദ്ര ബിന്ദുവാണ്. എല്ലാ കൂദാശകളും പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്, ദിവ്യകാരുണ്യനാഥനിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. പരിശുദ്ധ കുർബാനയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യവും സ്രോതസ്സും. മറ്റു കൂദാശകളെല്ലാം ഇന്നും നൽകപ്പെടുന്നത് പരിശുദ്ധ കുർബാനയോടൊപ്പമാണ്. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ദുർബലരായ ഞങ്ങൾക്ക് മുന്നിൽ അടയാളങ്ങളിലൂടെ ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തിരുമനസ്സാകുന്ന അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദിവ്യസ്നേഹം തിരിച്ചറിയുവാനും അനുദിന ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുവാനും
അതുവഴി ലോകത്തിന് വെളിച്ചമായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ദ്യോവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ദ്യോവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങൾ